ഹായ് ഹലോ. പിൻഹോൾ ട്രീറ്റ്മെൻറ്റും കീഹോൾ സർജറിയും തമ്മിലുള്ള വ്യത്യാസം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോ. അപ്പോൾ നമുക്ക് ഡോക്ടർ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നോക്കാം. ഈ സീരീസിലെ 9ാമത്തെ വീഡിയോ ആണ് ഇത്. കീഹോളിലൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒന്നിൽ കൂടുതൽ ഹോളുകൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മുറിവുകൾ ആവശ്യമുണ്ട്. എന്നാൽ ഈ പിൻഹോളിൽ നമുക്ക് എത്ര അങ്ങനെ മുറിവുകൾ ഒത്തിരി ആവശ്യമുണ്ടോ, അതോ ഈ ഒരു സൂചി മാത്രം കയറുന്നു അതിൽ തന്നെ ക്യാമറ, അങ്ങനെയാണോ അതിൻ്റെ? ഒരു സൈഡിൽ ഇപ്പോൾ 2 സൈഡിലും ഉണ്ടെങ്കിൽ ഒരു സൈഡിലേക്ക് ചെറിയൊരു എൻട്രി, ഇതേപോലത്തെ ഒരു പിൻ ഹോൾ എൻട്രി റൈറ്റ് സൈഡിലേക്കും ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടെങ്കിൽ മിക്കവാറും അവിടെയും ഇതേപോലെ ഒരു പിൻ ഹോൾ എൻട്രി 2 സൈഡിലേക്കും ഓരോ എൻട്രികൾ പറ്റും. ചിലപ്പോഴൊക്കെ നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡ് ചെയ്യാനും പറ്റും. അപ്പോൾ 1 or 2 പിൻ ഹോൾ എൻട്രിയിലൂടെ മൊത്തം തൈറോയിഡിലെ എല്ലാ മുഴകളും നമുക്ക് ചികിത്സിക്കാൻ പറ്റും. ഒരുപാടധികം തടിപ്പുകളുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ഒരു തടിപ്പ് തന്നെ 3.5-4 സെൻറ്റിമീറ്റർ മുകളിലാണെങ്കിൽ പലപ്പോഴും രക്തക്കുഴലുകളെ ഞരമ്പുകളെയൊക്കെ തട്ടി നിൽക്കുന്നുണ്ടാവും. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളത് 2 ഘട്ടമായിട്ട് ചെയ്യും. ഒരു പ്രാവശ്യം ചെയ്ത് 6 മാസം 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും അതിൻ്റെ ഒരു ഭൂരിപക്ഷം നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യും. എന്നാൽ ഞരമ്പുകളൊക്കെ തട്ടിയെടുക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ചുരുങ്ങിയതിന് ശേഷം ഒരു 6 മാസം 1 വർഷത്തിന് ശേഷമായിരിക്കും നമ്മൾ ബാക്കിയുള്ളത് കൂടി ചെയ്യും. ഓക്കെ. ഇപ്പോഴത്തെ ഈ പേഷ്യൻറ്റിനെ സംബന്ധിച്ച് ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ ചുരുക്കത്തിൽ. അപ്പോൾ ഒരു പിൻ ഹോൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഒരു എൻട്രി മാത്രമേ ഉണ്ടായിരുന്നു. ഓക്കെ.